ചെറിയ വെയിൽ കണ്ടപ്പോൾ ഞാൻ രാവിലെ തുണിയെടുത്ത് തൊട്ടാണ്. അപ്പോൾ പുഴ പോലെയുണ്ട് ഇവിടെ തോട്ടുകാരൻ, അത്രയ്ക്കും വെള്ളമായി. ആദ്യം നടുക്ക് പോകണമായിരുന്നു ഒന്ന് അലക്കണം. ഇപ്പൻ്റെ സൈഡിൽ തന്നെ എൻ്റെ മുട്ടിനൊപ്പം വെള്ളമുണ്ട്. അപ്പം നടുക്കേക്ക് അതിനും വെള്ളമായിരിക്കില്ല, തുണി അലക്കില്ല. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞത് വീഡിയോ എടുത്ത് എല്ലാ വിശേഷങ്ങളും ചെറുതായിട്ട് കാണിക്കാമല്ലോ എന്നിട്ടാണ് മോളെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുക. നല്ല ഇതുണ്ട്, വെള്ളം ഒത്തിരി വെള്ളമുള്ളതുകൊണ്ട് വെക്കാനൊക്കെ നല്ല ഇതുണ്ട്, കുളിക്കാനൊക്കെ അതുണ്ട്. പക്ഷെ തൊട്ടടുത്തൊക്കെ വീടുള്ളതുകൊണ്ട് കുളിയൊന്നുമില്ല, അലക്കൽ മാത്രമേ ഉള്ളൂ. തുണി അലക്കി കഴിയുമ്പോഴത്തേക്കും വെയിൽ വാങ്ങുമെന്നറിയില്ല. ഇപ്പം നല്ല വെയിലാണേ. തുണി അലക്കി ആറിയിടാൻ തുടങ്ങുമ്പോഴത്തേക്കും ചിലപ്പം വെയിൽ വാങ്ങും. അതെപ്പോഴും അങ്ങനെയാണ്. മഴക്കാലത്ത് തന്നെ പറയണ്ടല്ലോ, അങ്ങോട്ട് വെക്കലും ഇങ്ങോട്ട് എടുക്കലും തന്നെയാണ് പരിപാടി. എന്ന് വെച്ച് അലക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ തുണി ഉടുക്കണമെങ്കിൽ അലക്കിയേ പറ്റൂ. അലക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി തുണി പിഴിഞ്ഞെടുക്കുകയായിരുന്നു ഞാൻ. അന്നേരം വീഡിയോ എടുക്കണമായിരുന്നു. വിചാരിച്ച് വീഡിയോ എടുത്തേക്കാം, മോളോട് പറഞ്ഞിട്ട് വേഗം വീഡിയോ എടുക്കുക. വേഗം തൊഴിലാകുമ്പോൾ വേഗം പരിപാടി കഴിയും. വീട്ടിലാകുമ്പോൾ നമുക്ക് മോട്ടറൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. വെള്ളം കോരണം. അതാ ഞാൻ കുറച്ച് തുണി എടുത്തിട്ടുണ്ടായിരുന്നു അലക്കിയിട്ട്. ഒരുവിധം വെള്ളം വലിയ തുണി വെയിൽ ചൂട് കയറി ഞാൻ ഇട്ടപ്പോഴത്തേക്കും മഴ മാറി. ഞാൻ തുണിയെല്ലാം പെറുക്കുക. ഞാൻ തുണി അങ്ങ് പെറുക്കി എടുക്കുമ്പോഴത്തേക്കും നല്ല വെയിൽ കയറി. ഇപ്പം വെയിൽ മങ്ങി, വെയിൽ തെളിഞ്ഞു. ഞാൻ രണ്ടാമത് പിന്നെയും തുണിയിടാൻ പോവാം. ഇത് തന്നെയാണ് പണി, വെക്കലും ഫുള്ള് ഇതായിരിക്കും. പക്ഷെ ഇത്രയും ദിവസം തുണി ശരിക്കും വെയിൽ കൊള്ളാഞ്ഞിട്ടില്ലേ. എന്തൊക്കെ മുക്കിയിട്ടെന്ന് പറഞ്ഞാലും വെയിൽ കൊണ്ട് തുണിയാണെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് തുണി. നല്ല വെയിൽ കൊണ്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തുണി ഞാൻ വിരിച്ചിടാൻ പോകും. തന്നെ എനിക്ക് തുണി അങ്ങോട്ട് എടുക്കൽ ഇങ്ങോട്ട് എടുക്കൽ ഈ വാരിക്കുന്ന അടുക്കലാണ്. ചൂട് പിടിച്ച് കഴിഞ്ഞാൽ തുണിയിൽ നല്ലൊരു മണമല്ലേ. ഈ വെയിൽ കൊള്ളാണ്ടിരുന്ന തുണിക്കൊക്കെ ഭയങ്കര ഒരു വല്ലാത്ത സ്മെല്ലാണ്. നിങ്ങൾക്കെല്ലാം ഇങ്ങനെ തന്നെയാണോ? ഒന്ന് എല്ലാവരും അഭിപ്രായമൊക്കെ ഇടണം അതിനകത്ത്. ആരും ഒരു അഭിപ്രായമൊന്നും പറയുന്നുമില്ല, ഒരു ഇതുമില്ല. ഞാനിങ്ങനെ പറയുന്നത് കാണുന്നുണ്ട് കുറേ പേര്, മറുപടി ഒന്നും അയക്കുന്നില്ല, സബ്സ്ക്രൈബും ചെയ്യില്ല ആരും. ഞങ്ങളുടെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കും. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യേ. വെറുതെ വീട്ടിലിരിക്കുന്നല്ലോ, അപ്പോൾ എന്തെങ്കിലും ചെറിയ പണിയാകുമല്ലോ എന്ന് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ നമുക്കറിയുന്ന കാര്യങ്ങളും എല്ലാം ചെയ്താൽ അങ്ങനെ ചെയ്യുന്ന. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ടാറ്റ.